ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 12 വർഷത്തിന് ശേഷം വ്യാഴം കർക്കിടകത്തിലെത്തുന്നു. അതായത് ഒന്നിച്ചെത്തുന്നത് മഹായോഗങ്ങളാണ്. 2026 മെയ് 30 മിഥുനത്തിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് വ്യാഴം മാറും. ജൂൺ 1 മുതൽ ഒരു വർഷത്തേക്കുള്ള ഫലമാണ് ഞാനീ പറയുന്നത്. ഒരു വ്യക്തിയുടെ സന്തോഷം, ഭാഗ്യം, സാമ്പത്തികം, സമൃദ്ധി, സന്താന യോഗം, അതുപോലെ കുടുംബ സന്തോഷം എന്നിവയുടെ കാരകനാണ് വ്യാഴം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏത് ശുഭകാര്യങ്ങൾക്ക് മുമ്പും വ്യാഴത്തിൻ്റെ സ്ഥാനം നാം കണക്കാക്കുന്നത്. വ്യാഴം നമുക്ക് അനുകൂലമാണെങ്കിൽ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും. അതേസമയം വ്യാഴം പ്രതികൂല സ്ഥാനത്താണെങ്കിൽ മംഗല്യ തടസ്സങ്ങളും മറ്റ് ദുരിതങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന കാലമാണ്. ഇനി രാശിഫലം നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. മേടരാശിക്കാരായ നിങ്ങൾക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറുവാൻ കഴിയും. അതുപോലെ കുടുംബത്തിൽ സ്വസ്ഥതയും ഐക്യവും ഉണ്ടാകുന്നതാണ്. വീട് വാങ്ങുവാനും പുതുക്കി പണിയുവാനും വീട് നിർമ്മാണം ആരംഭിക്കുവാനുമൊക്കെ ഭാഗ്യമുള്ള കാലമാണ്. പ്രത്യേകിച്ചും പുതിയ ജോലി ലഭിക്കുവാനോ അതുമല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ ഉയർച്ച ഉണ്ടാക്കുവാനോ ഉള്ള ഭാഗ്യമുണ്ട്. പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായി നിങ്ങളുടെ നില പഴയതിലും വളരെയധികം കൂടുതലായി മെച്ചപ്പെടുന്ന സമയമാണ്. പ്രത്യേകിച്ചും ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾക്കെല്ലാം ശമനമുണ്ടാകും. അതുപോലെ ആത്മീയ കാര്യങ്ങളോട് താല്പര്യം വർദ്ധിക്കുന്നതാണ്. ആരോഗ്യപരമായി വളരെ തൃപ്തികരമായ കാലമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് സഹോദരങ്ങളുടെ സഹായം ലഭിക്കും. യാത്രകളെല്ലാം തന്നെ ഗുണകരമായി ഭവിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കും. സാമ്പത്തികമായ ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ചിലർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ ഈശ്വര ആനുകൂല്യം കുറഞ്ഞ കാലമായതുകൊണ്ട് തന്നെ വഴിപാടുകളും പ്രാർത്ഥനകളും മുടങ്ങാതെ നടത്തി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ മക്കളുടെ പഠന കാര്യങ്ങളിലും വളരെ ശ്രദ്ധ ചെലുത്തേണ്ട കാലമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുന രാശിക്കാരായ നിങ്ങൾക്ക് സാമ്പത്തികമായ നിലയിൽ വലിയ പുരോഗതി ദൃശ്യമാകും. പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ മേലുദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കും. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് ആവശ്യമായി വരുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കും. അതുപോലെ ചർച്ചയിലൂടെ പല കാര്യങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. അർഹമായ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ സാധിക്കും. സ്വർണ്ണ ആഭരണങ്ങളും മറ്റും സമ്പാദിക്കുവാൻ കഴിയുന്ന കാലമാണ്. ആരോഗ്യപരമായി വളരെയധികം മെച്ചപ്പെട്ട കാലമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടുവാനും സാധിക്കുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കർക്കിടക രാശിക്കാരായി നിങ്ങൾക്ക് ജന്മവ്യാഴം ജീവിതത്തിൽ വലിയ വളർച്ച സമ്മാനിക്കും. അവിവാഹിതരുടെ വിവാഹം നടന്നു കിട്ടുന്നതാണ്. അതുപോലെ കുടുംബജീവിതം വളരെയധികം ഊഷ്മളമാകും. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ ഒന്നിക്കുന്നതാണ്. സാമ്പത്തികമായി നിങ്ങളുടെ നില വളരെയധികം മെച്ചപ്പെടുന്നതാണ്. അംഗീകാരങ്ങളും ബഹുമതികളും വന്നുചേരും. അനാവശ്യമായ ചെലവുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശ ബന്ധങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാകും. മന്ദഗതിയിലായിരുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. ചില കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ വറുതിയിൽ വരുത്തുവാൻ സാധിക്കുന്ന കാലമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കും. മക്കളുടെ പഠന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ മക്കളുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരുവാനും ഇടയുള്ള കാലമാണ്. ആത്മീയമായ കാര്യങ്ങളോട് നിങ്ങളുടെ താല്പര്യം കുറയും. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവിധ തൊഴിലുകളും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ പണം മുടക്കിയുള്ള പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാൻ യാതൊരു രീതിയിലും നിങ്ങൾക്ക് കാലം അനുകൂലമല്ല. തീർത്ഥയാത്രകൾ ദോഷങ്ങൾക്ക് പരിഹാരമാകുന്നതാണ്.
അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നി രാശിക്കാരായ നിങ്ങൾക്ക് വ്യാഴമാറ്റത്താൽ വലിയ നേട്ടങ്ങളാണ് ഈ വർഷം ഉണ്ടാകുവാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ 12 വർഷമായി നിങ്ങൾക്കുണ്ടായിരുന്ന കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം അവസാനിക്കുന്നു. ഈ കൊല്ലം നിങ്ങൾ സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. അതുപോലെ കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് സൽസന്താന ഭാഗ്യം പ്രതീക്ഷിക്കാം. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ സാധിക്കും. അതുപോലെ മക്കളുടെ വിജയത്തിൽ വളരെയധികം സന്തോഷിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാൻ കഴിയുന്നതാണ്. അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ഈ വർഷം സാധിക്കുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാരായ നിങ്ങൾക്ക് വ്യാഴം കർമ്മസ്ഥാനത്തേക്ക് മാറുന്നത് കൊണ്ട് തന്നെ തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നാൽ ചിലർക്ക് പുതിയ ജോലി ലഭിക്കുവാനും കാരണമാകുന്നതാണ്. മേലുദ്യോഗസ്ഥരെ കൊണ്ടോ അതുമല്ലെങ്കിൽ സഹപ്രവർത്തകരെ കൊണ്ടോ ബുദ്ധിമുട്ടുകൾ പ്രതീക്ഷിക്കാം. കുടുംബജീവിതം വളരെയധികം സന്തോഷകരമായി മാറും. സാമ്പത്തികമായി നിങ്ങളുടെ നില ഭദ്രമായി തുടരുന്ന വർഷമാണ്. ചിലർക്ക് ഭൂമി വാങ്ങുവാനോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്ന വാഹനമായി പുതിയ വാഹനം വാങ്ങുവാനോ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായി വളരെയധികം തൃപ്തികരമായ നിലയിലാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചിക രാശിക്കാരായി നിങ്ങൾക്ക് അഷ്ടമത്തിൽ നിന്നും വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും. കഴിഞ്ഞ വർഷം നിങ്ങൾ അനുഭവിച്ച ദുരന്തങ്ങൾക്ക് മുഴുവൻ പരിഹാരമുണ്ടാകുന്നതാണ്. അതായത് നിങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം അവസാനിക്കും. ചിലർക്ക് സന്താന യോഗത്തിനും ഭാഗ്യമുണ്ട്. ഈശ്വരാനുകൂല്യം കൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നടത്തിയെടുക്കുവാൻ കഴിയുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവുണ്ടാകും. അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും കഴിയുന്നതാണ്. നേരത്തെ വലിയ നിക്ഷേപങ്ങളിൽ നിന്നും പണം മുടക്കിയ ആളുകളാണ് നിങ്ങളെങ്കിൽ വലിയ ലാഭം തിരിച്ചു കിട്ടുന്ന കാലമാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിക്കാരായ നിങ്ങൾക്ക് ഏഴാം ഇടത്തു നിന്നും വ്യാഴം അഷ്ടമത്തിലേക്ക് സഞ്ചരിക്കുന്നത് കഷ്ടകാലത്തിൻ്റെ സൂചനയാണ്. അതായത് പുതിയ സംരംഭങ്ങളൊന്നും ഈ കാലയളവിൽ തുടങ്ങുവാൻ പാടില്ല. അതായത് അപകട സാധ്യതയുള്ള എല്ലാവിധ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടൊഴിഞ്ഞു നിൽക്കേണ്ടതാണ്. നഷ്ടത്തിന് സാധ്യതയുള്ള സമയമാണ്. മക്കളുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരുവാനും മക്കൾ മൂലം കഷ്ടപ്പാട് അനുഭവിക്കുവാനും സാധ്യതയുണ്ട്. ആത്മീയമായ കാര്യങ്ങളുടെ താല്പര്യം വളരെയധികം കുറയുന്ന കാലമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകര രാശിക്കാരായ നിങ്ങൾക്ക് ആറാം ഭാവത്തിൽ നിന്ന് വ്യാഴം ഏഴിലേക്ക് മാറുന്നത് കുടുംബജീവിതം സന്തോഷകരമാകാൻ സഹായകരമാണ്. അവിവാഹിതരുടെ വിവാഹം നടന്നു കിട്ടും. അകന്നു കഴിഞ്ഞിരുന്നവർ തമ്മിൽ ഒന്നിക്കുവാനും യോഗമുള്ള കാലമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് വളരെയധികം ലാഭകരമാകും. ആരോഗ്യപരമായി വളരെയധികം മെച്ചമുണ്ടാകുന്ന കാലമാണ്. പല കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ചെയ്തു തീർക്കുവാനും നേടിയെടുക്കുവാനും കഴിയുന്നതാണ്. പൊതുവെ ഈശ്വരാധീനം വളരെയധികം ഉള്ള കാലമായതിനാൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വറുതിയിലാകും. പുതിയ സംരംഭങ്ങൾ വിജയിപ്പിക്കുവാൻ കഴിയും. അതുപോലെ മക്കളുടെ വിജയത്തിൽ വളരെയധികം സന്തോഷിക്കുവാനും സാധിക്കുന്ന കാലമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭരാശിക്കാരായ നിങ്ങൾക്ക് 5-ൽ നിൽക്കുന്ന വ്യാഴം 6-ാം ഭാവത്തിലേക്ക് മാറുന്നത് ദൈവാധീനത്തിൻ്റെ കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുവാൻ വളരെയധികം വിയർപ്പൊഴിക്കേണ്ടി വരും. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും അസുഖങ്ങൾ പിടിപെടുവാനും ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും കാരണമാകുന്ന കാലമാണ്. മക്കളുടെ പഠന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ യാതൊരു രീതിയിലും ഉചിതമായ സമയമല്ല.
അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. മീനരാശിക്കാരായ നിങ്ങൾക്ക് 4-ാം ഭാവത്തിൽ നിന്നും വ്യാഴം 5-ലേക്ക് മാറുന്നത് സ്ഥാനക്കയറ്റത്തിനും സാമ്പത്തിക നേട്ടത്തിനും സൽസന്താന യോഗത്തിനും കാരണമാകും. പല കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ചെയ്തു തീർക്കുവാൻ കഴിയുന്നതാണ്. ബന്ധുക്കളുടെ സഹായം വന്നു ചേരും. ഉന്നത ബന്ധങ്ങൾ കൊണ്ട് തന്നെ വളരെയധികം നേട്ടമുണ്ടാകുന്ന കാലമാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് മേൽ ഉദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കുവാൻ കഴിയും. കുട്ടികളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുവാനും സാധിക്കുന്നതാണ്. ചിലർക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറുവാൻ കഴിയും. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്ന വാഹനം വാങ്ങുവാൻ സാധിക്കുന്നതാണ്. ചിലർക്ക് ലോട്ടറി ഭാഗ്യവും വന്നു ചേരും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.